നീ 30 കഴിഞ്ഞാൽ മാഷെന്ത് ചെയ്യൂ? റിട്ടയർ ആയാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുള്ളൂ. എൻ്റെ കുട്ടികളെ നന്നായി നോക്കണം മാഷേ. അതൊരു പറയണ്ട മാഷേ. ഗുഡ് മോർണിംഗ്. ഇരിക്ക്. നിങ്ങൾ വാങ്ങിത്തന്ന വാച്ച് ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടാ. കണ്ടോ? സന്തോഷമായില്ലേ എല്ലാവർക്കും? ആ, കള്ളം പറയുന്നത് ആരാ കള്ളം പറയുന്നത്? കുട്ടികളാണോ? ഡോക്ടറാണോ? മാഷാണോ? അടി. പിന്നെ വക്കീലാണോ? അപ്പോ ആരാണ് കള്ളം പറയുന്നത്? എന്താ വിഷ്ണു ലേറ്റ് ആയത്? കേറി വാ. അപ്പൊ കള്ളം പറയുന്നത് ആരാണ്? വിഷ്ണു. ആ മതി. വിഷ്ണു, ഇതെന്താ കൈക്കെന്താ പറ്റിയേ? നല്ലോണം പറ്റിയോടാ? നോക്കണ്ടടാ. അത് പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ പോണം. 3 മണിക്ക് ഡോക്ടറെ കാണണം. ശരി, പോയിക്കോ കേട്ടാ. ആരും ഒച്ച ഉണ്ടാക്കരുതാ. വേദന ഉണ്ടാ? ഈ പെണ്ണെന്ന് പറഞ്ഞ വേദന ഉണ്ടാവൂലേ? ആരാ ആശുപത്രിയിൽ കൊണ്ടുപോയത്? അമ്മ തന്നെ. അച്ഛനില്ലല്ലോ. അച്ഛനുണ്ട്, ദുബായിലാ. നീ എന്നാടാ പറയുന്നത്? ദുബായ് ജയിലാണെന്നോ അച്ഛൻ? അതാണ് വരാത്തെ. അത് കള്ളത്തരാണ്. അല്ലടി സത്യം. അതല്ലേ വരാത്തത്. ഇവൻ തന്നെ അച്ഛനെ കണ്ടിട്ടില്ല പോലും. നിങ്ങളോട് ആരാടി ഇത് പറഞ്ഞത്? ഇത് വാട്ടർവെല്ല. നമുക്ക് പോവാം. കഥയെല്ലാം ഞാൻ വായിച്ചു കേട്ടാ. നോക്ക് പഠിക്കാൻ വേണം കേട്ടാ. പെന്നെ സന്തോഷായില്ലേ? ആ മാഷേ, 3ാം ക്ലാസ്സിൽ ടീച്ചറില്ല. മാഷ് ഒന്നാടെ നോക്കണം. ശരി മാഷേ. ഇരിക്കും. ഇന്ന് നിങ്ങൾ ടീച്ചറില്ല ക്ലാസ്സിൽ. ഇന്ന് ഞാനാ പഠിപ്പിക്കുന്നത്. പഠിക്കാം. നമുക്കിന്ന് പ്രകൃതി ജീവിതത്തെ കുറിച്ച് പഠിച്ചാലോ? നമുക്ക് പ്രകൃതിയുള്ള ഏതിനെ കുറിച്ച് പഠിക്കാം? നമുക്ക് തവളയെ കുറിച്ച് പഠിച്ചാലോ? എത്ര തരം തവളകളുണ്ട്? എത്ര തരം തവളകളുണ്ട്? ഇതാ തവള. ഇവരെല്ലാരും തവളയെന്നാ വിളിക്കല്. ഇവരുടെ വീട്ടിൽ വരും തവളാന്നാ. പക്ഷേ മിണ്ടരുത്. തമാശ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക്. എത്ര തരം തവളകളുണ്ട്?
മണവാട്ടിയല്ല, മണാട്ടി തവള. പിന്നെ പേട്ടത്തവള. ആ, മണാട്ടി തവള എന്താ പറയാ? അപ്പൊ പേക്കത്തവളയോ? തറ തറ. ആ, വിഷ്ണു എന്താ കൈക്ക് പറ്റിയേ? സൈക്കിളിൽ വീണതാ മാഷേ. ഡോക്ടറെ കാണിച്ചിട്ടില്ലേ? ആ ഹലോ, വിഷ്ണുവിന്റെ അമ്മയല്ലേ? എന്തു പറ്റി? ഒന്ന് വഴുതി വീണതാ. ഡോക്ടറെ കണ്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അല്ല, കാലിനല്ലല്ലോ പ്ലാസ്റ്റർ, കൈക്കല്ലേ പ്ലാസ്റ്റർ ഇടുക? വഴുതി വീണ് കാലിന് പറ്റിയ കാലിനല്ലേ മാഷെ പ്ലാസ്റ്റർ ഇടുക? ആ ശരി 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 ശരി, ആ ആയിക്കോട്ടെ. മാഷേ, ആ വിഷ്ണുവിന്റെ കൈക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈക്കിളിൽ നിന്ന് വീണതാന്ന് പറഞ്ഞ ആ കുട്ടി ഇന്ന് വരണ്ടായിരുന്നു കേട്ടോ. സൈക്കിളിൽ നിന്നാ? കളിക്കുമ്പോൾ വീണതല്ലേ മാഷ? വിഷ്ണുവിനും ഇങ്ങോട്ട് വാ, ഞാൻ താഴെയുണ്ട്. ഓക്കെ. അല്ല, ശരിക്കും എങ്ങനെയാ വീണത്? അത് കളിക്കുമ്പോ സൈക്കിളിൽ നിന്ന് വീണതാ. പക്ഷെ നിന്റെ അമ്മയെ വിളിച്ചപ്പോ അച്ചാച്ചൻ വീണ് കാലിന് പ്ലാസ്റ്റർ ഇട്ടു എന്നാന്നല്ല പറഞ്ഞത്. നിന്റെ കാര്യം പറഞ്ഞതുമില്ല. നീ പറയുന്നത് കളവാണല്ലോടാ മോനെ. മാഷേ, ഇവന് അമ്മേനെ വിളിക്ക്, സത്യം അറിയാലോ. അത് മാഷേ, ഇന്നെന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരും. 3 മണിക്ക് വീട്ടിലെത്തും. അതിന് അച്ഛനെ കണ്ട ചെറിയ ഓർമ്മയെ എനിക്കുള്ളൂ. എല്ലാ കുട്ടികളും അച്ഛനെ കണ്ടിട്ട് എപ്പോഴും സ്കൂളിൽ വരുന്നത്. അച്ഛൻ വാങ്ങിയ പെന്ന്, അച്ഛൻ വാങ്ങിയ പെൻസില്, അച്ഛൻ വാങ്ങിയ റബ്ബർ, ഇതെല്ലാം എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കാണിക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഇന്നെൻ്റെ അച്ഛനെ കാണുകയേ ഇല്ലെന്നാ. എൻ്റെ അച്ഛൻ 3 മണിക്ക് വീട്ടിലെത്തും. എനിക്ക് അപ്പം തന്നെ അച്ഛനെ കാണണം. സ്കൂളിൽ വന്നില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. സ്കൂളിൽ വന്നാൽ വാശി വിടില്ലല്ലോ. അതിന് വീണ് കൈ പൊട്ടിക്കണോടാ മോനെ. അഴിക്കണ്ട അഴിക്കണ്ട. അടിക്കില്ല മോനോ, അടിക്കില്ല. ഞാൻ വീണിട്ടൊന്നുമില്ല മാഷേ, അച്ചാച്ചനാ വീണത്. സ്കൂളിൽ നിന്ന് നേരത്തെ പോയിട്ട് ഞാൻ വെറുതെ കിട്ടിയതാ മാഷേ. നീ കൊള്ളാലോടാ മോനെ.